ലഹരി ഉപയോഗത്തിന് ഇൻസ്റ്റന്റ് വഴികൾ തേടുകയാണ് നമ്മുടെ കുട്ടികൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്താണ്. ഇൻസ്റ്റാമാർട്ടിൽ സ്കൂൾ കുട്ടികളാണ് പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിലേറെയും. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണിതെന്നറിയാൻ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലേക്ക്. സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ: കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്. റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഒരു 3 മാസം. അതിന് മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയിലെ ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതൽ. ഒരു ദിവസം ഞാൻ തന്നെ 2-3 പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം സ്കൂൾ കുട്ടികളടക്കം ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കിട്ടിയില്ല. അവർ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. എന്തെങ്കിലും കൈയോടെ വിളിച്ചിട്ട് പോയിട്ട്
ഇന്ന് കൊണ്ട് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ, ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊണ്ട് കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഏകദേശം വയസ്സ് ഏകദേശം ഒരു 10-15 വയസ്സ് അത്രേ ആവുള്ളൂ ഒരു പയ്യനെ കാണുമ്പോൾ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്റെ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാൾ ഒരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു പേപ്പറായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്, അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു, പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണത് കൂടുതൽ ആൾക്കാർ, അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവല്ലേ ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട്, ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. VVR ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ ലഹരി ഉപയോഗിക്കാനുള്ള പുതിയ വഴികൾ, അതേക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ന്യൂസ് 18 നടത്തിയത്. ഇതിലൊരു ഡെലിവറി ബോയുടെ സാക്ഷ്യം ഉൾപ്പെടെ ഉണ്ട്. ഇതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത്, കൂടുതലും സ്കൂൾ കുട്ടികളാണെന്ന് സംബന്ധിച്ച്. ഒരു വശത്ത് ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോൾ ഇങ്ങനെ ഓൺലൈനിലൂടെ ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തുന്നു. കൊച്ചു കുട്ടികളുടെ കയ്യിലേക്ക് വരെയും ലഹരി വസ്തുക്കൾ എത്തുന്നു. ഇത് സ്വാഭാവികമായത് ഈ ഓപ്പറേഷൻ ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയല്ലേ? നമ്മുടെ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാമോ? ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഓൺലൈനായി കൈമാറ്റം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്ന വിവരങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട നേരത്തെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തെ വേറിട്ടതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഇതിലൊരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ സ്കൂൾ കുട്ടികൾക്ക്, അതായത് പ്രായപൂർത്തി പോലും ആകാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ സുലഭമായി ലഹരി പദാർത്ഥങ്ങൾ വെച്ച് ഉപയോഗിക്കുന്നതിനുള്ള ഈ പ്രീ റോൾ കോണുകൾ ഓൺലൈൻ ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ആപ്പുകളിലൂടെ ലഭ്യമാകുന്നു എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറി ബോയുടെ അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതായത് ഇത് നിസ്സഹാരായി ഇതുകൊണ്ട് കൈമാറാൻ മാത്രമേ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും അവരെ തടസ്സപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിലൊന്നും അവരോട് സംസാരിക്കാൻ കഴിയില്ല. കാരണം സാധാരണ ഒരു സാധനം നമ്മൾ ഓൺലൈനായി ഓർഡർ ചെയ്താൽ അത് എത്തിക്കേണ്ട വിലാസത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സിനുള്ളത്. അതിനപ്പുറത്തേക്ക് അതിനുള്ളിൽ എന്താണെന്നോ അത് ഉപയോഗിച്ചാൽ ഗുണമാണോ ദോഷമാണോ എന്നൊന്നും പറയാനുള്ള അവകാശം അവർക്കില്ല. നിയമപരമായി അവർക്കതിൽ പരിമിതികളുണ്ട്. പക്ഷേ ഗതികെട്ട് ഈ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. ഇത് കേവലം ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമല്ല. സമാനമായ തരത്തിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തോ തിരുവനന്തപുരം നഗരത്തിലോ മാത്രമല്ല, കോഴിക്കോടും കൊച്ചിയിലും കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് നഗരങ്ങളിലുമൊക്കെ സമാനമായ തരത്തിൽ ഈ പ്രീ റോൾ കോണുകൾ ലഭ്യമാണ്. വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ ഏത് തരത്തിലാണ് ഈ ലഹരി ഗാങ്ങിൻ്റെ മാഫിയയുടെ പിടിയിൽ അമർന്നത് എന്ന വാർത്ത ഞെട്ടലോടെ കേരളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രീ റോൾ കോണുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം കൂടി ഇന്ന് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അടിയന്തരമായി ഇപ്പം ഓപ്പറേഷൻ തുഫാൻ അടക്കം ലഹരി മാഫിയയുടെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഒരു വിപുലമായ പദ്ധതിയാണ്. അതിലേക്ക് കൃത്യമായി നമ്മൾ ഈ കൊടുക്കുന്ന വാർത്ത, അതിലെ വിശദാംശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവിടെ നിയമപരമായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഈ പ്രീ റോൾ കോണുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമപരമായ ഒരു ഇടപെടൽ ഭേദഗതി, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിജിലൻസ് സംവിധാനം, പരിശോധനാ സംവിധാനം അടിയന്തരമായി നടപ്പിലാക്കുമോ എന്നതിലാണ് വ്യക്തത പറയാനുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരടക്കം ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്തെമ്പാടും വലിയ ഫലപ്രദമായ രീതിയിൽ തന്നെ നടപ്പാക്കുന്നുണ്ട്. ലഹരി മാഫിയയിലേക്ക് എത്തുന്നുണ്ട്. പലയിടത്തും നിരവധി ചെറുപ്പക്കാരടക്കം പിടിയിലാകുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ഇടപാടുകൾ തടയാൻ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും ആഭ്യന്തര വകുപ്പിന്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ബുക്ക് ചെയ്യുന്ന ആളുകളുടെ ഏജ് അടക്കം, അല്ലെങ്കിൽ കൃത്യമായി അത് ഫിൽട്ടർ ചെയ്ത്
ഈ 18 വയസ്സ് പൂർത്തിയായവരാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ രേഖകൾ ഇപ്പോൾ ID കാർഡാണ് സ്വാഭാവികമായി നമ്മൾ എന്ത് കാര്യത്തിനും ഒരു പ്രധാനപ്പെട്ട രേഖയായി ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും കോമണായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം സാധനങ്ങളുടെ വിൽപ്പന ഓൺലൈനായി നടത്താൻ കഴിയൂ എന്ന തരത്തിലേക്കൊരു നിയമനിർമ്മാണമാണ് ആവശ്യം. ഇത് ഒരു ലഹരി വസ്തു അല്ലാത്തതിനാൽ, അതായത് ഈ പ്രീ റോൾ കോണുകൾ എന്ന് പറയുന്നത് ഒരു ലഹരി വസ്തു അല്ലാത്തതിനാൽ അതിൻ്റെ വിപണനം എത്ര കണ്ട് തടയാൻ കഴിയുമെന്നത് നിയമപ്രശ്നം തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിലാണ് എന്നതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇതിനെ ഒരു ലഹരി വസ്തുവായി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അതിനുള്ളിൽ ലഹരി വെക്കുമ്പോഴാണ് അതൊരു ലഹരി ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അതുകൊണ്ട് ഇത് സുലഭമായി ലഭ്യമാകുന്നതിനുള്ള വഴികൾ തടയുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക വഴി. അതിന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊരു നിയമനിർമ്മാണം നടത്തിയത് കൊണ്ട് മാത്രമായില്ല. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടൽ അനിവാര്യമായി വരുന്ന സാഹചര്യമാണ്. കാരണം ഈ ഇൻസ്റ്റമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എല്ലാം അത് സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് കീഴിലല്ല, അല്ലെങ്കിൽ കേന്ദ്രവുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ലഹരി മാഫിയ അവരുടെ പ്രവർത്തനം സുലഭമാക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പരിമിതമായൊരു ഇടപെടലല്ല, വിപുലമായൊരു കേന്ദ്ര ഇടപെടൽ കൂടി ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ അടിയന്തരമായി ഇതിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇത് വിപണനം ചെയ്യുന്നതിനുള്ള വഴികൾ തടയുക എന്നത് മാത്രമാണ് നമ്മുടെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ ചെയ്യാൻ കഴിയുന്ന നടപടി. അവിടെ കേവലം പോലീസിന്റെയോ അല്ലെങ്കിൽ എക്സൈസിന്റെയോ ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ എളുപ്പ വഴികൾ, പുതിയ വഴികൾ തേടുകയാണ് ലഹരി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളും യുവാക്കളും അടങ്ങുന്ന സംഘം. അതിനായി ഏറ്റവും പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ചെറിയ പരീക്ഷണങ്ങളടക്കം ഇവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ന്യൂസ് 8ന്റെ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇതോടൊപ്പം സംസ്ഥാനത്തെമ്പാടും ഈ ലഹരി മാഫിയെ പൂട്ടാൻ പോലീസും എക്സൈസും വല വിരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.